ആമോസ് അധ്യായം 8. യഹോവയായ കർത്താവ് എനിക്ക് ഒരു കൊട്ട പഴുത്ത പഴം കാണിച്ചു തന്നു. ആമോസ്, നീ എന്ത് കാണുന്നു എന്നവൻ ചോദിച്ചതിന്, ഒരു കൊട്ട പഴുത്ത പഴം എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട് അരുളിച്ചെയ്തത്, എന്റെ ജനമായ ഇസ്രായേലിന് പഴുപ്പ് വന്നിരിക്കുന്നു, ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. അന്നാളിൽ മന്ദിരത്തിലെ ഗീതങ്ങൾ മുറവിളിയാവുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ശവഅനവധി, എല്ലായിടത്തും അവയെ എറിഞ്ഞു കളയും. മിണ്ടരുത്. ഞങ്ങൾ ഏഫയെക്കുറിച്ച് ശേക്കലിനെ വലുതാക്കി കള്ളത്തുലാസം കൊണ്ട് വഞ്ചന പ്രവർത്തിച്ച് എളിയവരെ പണത്തിനും ദരിദ്രന്മാരെ ഒരു കൂട്ടുചെരുപ്പിനും മേടിക്കേണ്ടതിനും കോതമ്പിന്റെ പതിർ വിൽക്കേണ്ടതിനും ധാന്യ വ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം അമാവാസിയും കോതമ്പ് വീഴിക തുറന്നു വെപ്പാൻ തക്കവണ്ണം ശബത്തും എപ്പോൾ കഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. ദരിദ്രന്മാരെ വിരുങ്ങുവാനും ദേശത്തിലെ സാധുക്കളെ ഇല്ലാതാക്കുവാനും പോകുന്നവരെ എതിർക്കേൽപ്പി. ഞാൻ അവരുടെ പ്രവൃത്തികളിൽ യാതൊന്നും ഒരു നാളും മറക്കുകയില്ല എന്ന് യഹോവ യാക്കോബിന്റെ മകനെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. അത് നിമിത്തം ഭൂമി നടുങ്ങുകയും അതിൽ പാർക്കുന്ന ഏതിനും ഒരുമിച്ച് പോവുകയും ചെയ്യുകയില്ലയോ. അത് മുഴുവനും നീലനദി പോലെ പൊങ്ങും, ഇസ്രായേലിലെ നദി പോലെ പൊങ്ങുകയും താഴുകയും ചെയ്യും. എന്നാൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമി ഇരുട്ടാക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെ ദുഃഖമായ നിങ്ങളുടെ ഗീതങ്ങളെ വിലാപമായി മാറ്റും. ഞാൻ ഏത് അരയിലും കെട്ടും, ഏത് തലയിലും കഷണ്ടിയും വരുത്തും. ഞാൻ അതിനെ ഒരു ഏകജാതനെ കുറിച്ചുള്ള വിലാപം പോലെയും അതിന്റെ അവസാനത്തെ കൈപ്പുള്ള ദിവസം പോലെയും ആക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനായുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നുവെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്ന് എന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടുകിട്ടുകയില്ല താനും. എന്നാൽ ഈ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും. താനെ നിന്റെ ദൈവത്താണ്, ബേർശേബ മാർഗത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ശമരിയയുടെ അടുത്തത് ചൊല്ലി സത്യം ചെയ്യുന്നവർ വീഴും, ഇനി എഴുന്നേൽക്കുകയുമില്ല.